ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതി ചേരണ മലിവോടതിലനുപദമനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. പുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ഝിലും ഝിലും മരതകമഴ മൊഴി തിരയുകയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ഝിലും ഝിലും മരതകമഴ മൊഴി തിരയുകയായി. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരനുരയിടും ഒരു കടലിലെ ഗസലിലലിയും മനസമായി. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരനുരയിടും ഒരു കടലിലെ ഗസലിലലിയും മനസമായി. വിജനവനിയിൽ വിരഹലിപിൽ ശിശിരശലഭമെഴുതിയ നിറ ചന്ദനമണി ഹായ് ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. പ്രിയമൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണചന്ദ്രബിംബമായി. ശ്രാവണമണി മേടകളിൽ കാവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി. ശ്രുതിഭരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു കൊലുകൊലുസുകളിൽ. ശ്രുതിഭരമത സുഖലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു കൊലുകൊലുസുകളിൽ. ഹിമയെഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിലെ ഹിമഗണമണി അണിവിരലിലെ മലയ തലില മലിയവേ. ഹിമയെഴുതിയ മിഴിമുകുളമിതരുണ കിരണമണിയുമതിലെ ഹിമഗണമണി അണിവിരലിലെ മലയ തലില മലിയുമാർദ്രമായി. മനസ്സിനിതളിൽ ഉണരുമരിയ ശിശിരശലഭമെഴുതിയ നിറ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതി ചേരണ മലിവോടതിലനുപദമനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം. ഹായ് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം.
താങ്ക് യു. മണിസന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും ബദ്രി ഓ തകർച്ചടാ. Thank you. സൂപ്പർ, അടിപൊളിയായിരുന്നു. താങ്ക് യു. ചോദിച്ചോക്കാം. മോനെ കുറേയും കൂടെ ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ നമ്മൾ പാടുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഓരോ പാഠങ്ങളാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഇനി പഠിച്ച് നമ്മൾ റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്ത് ഒരു തെറ്റും കുറ്റവും കുറവും കൂടാതെ പാടാനുള്ള ഒരു ഊർജം ആർജിക്കണം. ഓക്കെ കേട്ടോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ആ മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് അധികം ഞാൻ പറഞ്ഞ് ഷാന ചുമ്മാ സമയം കളയാം. ബദ്രി ഓ അങ്ങനെ ഗോൾഡൻ മൈക്ക് അടിച്ചിരിക്കുകയാണ്. സൂപ്പർടാ. താങ്ക് യു സർ. താങ്ക് യു സർ. കഴിഞ്ഞ ഷെഡ്യൂളില് ഡേഞ്ചർ സോണിൽ വന്ന ആളാണ് ബദ്രി. ഇത്തവണ ഗോൾഡൻ മൈക്ക് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എലിമിനേഷൻ പേടിക്കണ്ട. അതെ, സൂപ്പർ. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ഗോൾഡൻ മൊമെന്റ് കിട്ടുന്നത്, അല്ലേ ഷാനിക്ക? ഈ ചുറ്റുള്ള സാധനം പടക്കമൊക്കെ നനഞ്ഞു ഇല്ലാതായി. അതാ. അപ്പൊ ഗോൾഡൻ മൈക്ക് കിട്ടിയാൽ നമ്മുടെ ജഡ്ജ്മെന്റ് ഫ്ലോറിൽ വന്നിട്ടാണ് സാധാരണ പറയാറ്. അപ്പൊ 3 പേരും കൂടെ ഒന്ന് ഫ്ലോറിലേക്ക് വരണം. അപ്പൊ ആ ഒരു ഗോൾഡൻ മൊമെന്റ് ഇതാ സംഭവിച്ചിരിക്കുകയാണ്. ശരത് സർ, യെസ്. ജഡ്ജ്മെന്റ് ഞങ്ങൾക്ക് കേൾക്കണം. അതിനല്ലേ അവിടെ ഞെക്കി കാണിച്ചത്. അതിൽ കൂടുതൽ എന്തോന്ന് കഴിഞ്ഞോ? ജഡ്ജ്മെന്റ്? പിന്നെ അത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ആലോചിക്കാൻ കുഞ്ഞുങ്ങളൊന്നും കലക്കുന്നില്ലല്ലോ. അണ്ണാച്ചിയും ചോദിച്ചു, പിള്ളേർ കുറച്ചും കൂടെ ഞാൻ പറയും ഉണ്ട്, നമ്മുടെ ടാലൻസ് ഉണ്ട്, വരട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോഴാണ് ഈ ഇടിവെട്ട് വന്നത്. ഇവനൊരു കീറാൻ കയറി. ഞാൻ പറ്റും ശാന്താകാരം കേട്ടോ. ഞാൻ അത് ചെക്കൻ പാടുമോ ഒരു ഡൗട്ടുണ്ട്. പിന്നെ അവൻ കത്തി കയറി അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് വളരെ ഭീകരമായിട്ട് കഷ്ടമുള്ളതൊക്കെ അവൻ ഒരു പ്രയാസം ഇല്ലാണ്ട് പാടി, ഒരായാസം ഇല്ലാണ്ട് കൂളായിട്ട് പാടി. അപ്പോൾ അതിന് കൊടുക്കണമെന്ന് അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ എന്തൊക്കെയായാലും കുറേ സന്തോഷം മോനെ. നീ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. എന്നാൽ മോന് ദൈവാനുഗ്രഹം ഉണ്ടടാ. എപ്പോഴും പാടുമ്പോൾ ഒരു 5 മിനിറ്റ് ദൈവാനുഗ്രഹം വേണം. വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് ദൈവാനുഗ്രഹം മക്കൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. നീ ഒരു സമയത്ത് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷിനി സർ, എനിക്കിത് ഒരു അൺബിലീവബിൾ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. താങ്ക് യു സർ. താങ്ക് ഇത് എങ്ങനെയാണിത്? ഇത് ക്ലീൻ ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. യു ആർ സോ ടാലന്റഡ് മാൻ. താങ്ക് യു സർ. താങ്ക് യു സർ. അമേസിങ്. ഈ ഡെഡിക്കേഷനിൽ പാടി കഴിഞ്ഞാൽ തീർന്നു. ഇനി ഡെഫിനറ്റ്ലി മ്യൂസിക് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഇസ് വാട്ട് ഐ തിങ്ക്. സോ തീർച്ചയായിട്ടും അതിന് ഡൗട്ടില്ല. നോ ഡൗട്ട്. ഗുഡ് ലക്ക് മാൻ. Thank you, sir. Thank സന്തോഷമായി പാട്ട്. എല്ലാവരുടെയും പാട്ട് കേൾക്കുമ്പോഴും സന്തോഷം ഉണ്ടായിരുന്നു. ബട്ട് ഇത് കുറെ കൂടുതൽ ഇത് പ്രൊഫഷണൽ ലെവൽ. ഇത് ഭ്രാന്തമായ സന്തോഷം. ഭ്രാന്തമായ സന്തോഷം. ശരത്തായ സന്തോഷം. ഷാനെ ഷാനിക്ക. രണ്ട് വാക്ക് പറയൂ. അതെ, ഇത് ബദ്രിയുടെ ഏരിയയിലുള്ള ഒരു ബദ്രിയുടെ കളിക്കളത്തിലുള്ള ഒരു പാട്ടാണിത്. അത് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ബദ്രി പാടി. താങ്ക് യു സർ. സെലിബ്രേഷൻ റൗണ്ട് ആണെങ്കിലും ഈ പാട്ട് ഒരു ചാലഞ്ച് റൗണ്ടിൽ പെടുത്താൻ പറ്റുന്ന ഒരു പാട്ടായത്. ഭയങ്കര ചാലഞ്ചിങ് ആണ്. നമ്മൾ കാരണം ഇത്രയും ലിറിക്സ് ഇങ്ങനെ കൃത്യതയോടെ മണി പോലെ പാടി ഫലിപ്പിക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. അതിന് ഒരു അസാധ്യ കഴിവ് ഈ പറഞ്ഞ പോലെ മോളുന്നൊരു കൈ പിന്നെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ആ സമയത്ത് കേട്ടാ. അപ്പൊ ആ കൈ എല്ലാ പാട്ടിനും ഉണ്ടാവട്ടെ കേട്ടാ. ഓക്കെ, എല്ലാം നന്നായിട്ട് തന്നെ പാടണം. ഇനി മറ്റ് ഏരിയാസ് കൂടെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത്രേ പറയാനുള്ളൂ. അസാധ്യമായിട്ട് പാടി താങ്ക് യു മൈക്ക് സർ. എടുക്കട്ടെ. എടുക്കും. പറയൂ, നിന്റെ സന്തോഷം ആ മൈക്കിലൂടെ പറയൂ. എന്താണ് ബദ്രി ഫീൽ ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ തവണ ഡേഞ്ചർ സോണിലായിരുന്നു. അതെ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നണേ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിന് പുറകിൽ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു.
കാരണം ഇതിൻ്റെ അക്ഷരങ്ങൾ അത്ര കൃത്യമായിട്ട് പറയണം. പിന്നെ എൻ്റെ റൺസ് അത് കറക്റ്റ് നോട്ട് ടച്ച് ചെയ്ത് പാടണം എന്നുണ്ട്. അതിന് ഗ്രൂമേഴ്സ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു. എടാ നീ ഗോൾഡൻ മൈക്കിലാടാ സംസാരിക്കണം. ഓ അതെ. അപ്പൊ അത് ഡമ്മി അല്ലേ അല്ലേ? അല്ല. ഓക്കെ, കൺഗ്രാറ്റ്സ് ബദ്രി. Thank you. ആൻഡ് താങ്ക് യു സോ മച്ച്.